കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ നല്ലതാണ്. ശരീരത്തിന് നല്ല തണുപ്പ് തരും. പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ രാവിലെ വീട്ടിൽ ചെറിയൊരു കഷ്ണം ചന്ദനത്തിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ചന്ദനപ്പൊട്ടിൻ്റെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും സ്മെല്ല് എത്തക്കത്തക്ക. ഹായ്, നമസ്കാരം. എല്ലാവർക്കും മിലി ആൻഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി സോപ്പ് മേക്കിംഗ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് സോപ്പ് മേക്കിംഗ് വീഡിയോ ചെയ്യാത്തതെന്ന്. അതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എൻ്റെ വരവ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചന്ദനം ഉപയോഗിച്ചുള്ള സോപ്പാണ്. ചന്ദന സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചന്ദനം അരച്ചെടുക്കണം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അരച്ചെടുക്കാൻ പോകാം. വീട്ടിലൊക്കെ ചന്ദനത്തിൻ്റെ ചെറിയൊരു കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ചന്ദനം, ഒറിജിനൽ ചന്ദനം വെച്ചിട്ടുള്ള സോപ്പ് കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ നല്ലതാണ്. ശരീരത്തിന് നല്ല തണുപ്പ് തരും. അതിലുപരി ഔഷധ ഗുണമുള്ള സാധനമാണ് ചന്ദനം. പണ്ടൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ ചെറിയൊരു കഷ്ണം ചന്ദനത്തിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു. അത് തയ്ച്ച് കുറി തൊട്ടിട്ടാണ് പോവാറ്. ഇപ്പം പിന്നെ ഒറിജിനൽ ചന്ദനം നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ കിട്ടില്ല. അഥവാ വാങ്ങണമെങ്കിൽ തന്നെ ചെറിയൊരു കഷ്ണത്തിന് തന്നെ ഭയങ്കര പൈസയാണ്. പിന്നെ ഇപ്പം എല്ലാവരും കളപ്പപ്പൊടിയല്ലേ തൊടുന്നത്. പക്ഷേ ഒറിജിനൽ ചന്ദനം തൊടുന്നതിൻ്റെ സുഖം വേറെ ഒന്ന് തന്നെയാണ്. അപ്പം ചന്ദനം തൊടാൻ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ചന്ദന സോപ്പ് ഉണ്ടാക്കുന്നത്. ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നാക്കിക്കോ. കുറേശ്ശെ വെള്ളം നനച്ചു കൊടുക്ക്. അവര് ടി വി കാണുന്നു. ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ഇവേ മഴ വരുന്നുണ്ട്. വേഗം നോക്കിക്കോ. നമുക്ക് മഴ നല്ലോണം ആവുന്നതിന് മുന്നേ നമുക്ക് വേഗം അരച്ചിട്ട് പോവാം. അതിനെന്താ, ഞാൻ തൊട്ടുതരാം. ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമൈനേ. മഴ പെയ്യുന്നുണ്ട്. ഇത് മതിയാ? ഇത് മതി. നമുക്ക് ആവശ്യമുള്ളതായിട്ടുണ്ട് കേട്ടോ. നല്ല മഴ വരുന്നുണ്ട്. നമുക്ക് വേഗം അകത്ത് പോയിട്ട് സോപ്പ് ഉണ്ടാക്കാം. ഇവ എനിക്കൊരു പൊട്ട് കിട്ടുക. ഓക്കെ, ബൈ. വേവാ. നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോവാണ്. പുറത്ത് നല്ല മഴയാണ്. അതുകൊണ്ട് നമ്മൾ അകത്തു നിന്നാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ സോപ്പ് ബേസാണ്. നമ്മൾ 1 കിലോ ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി നമ്മൾ സ്കിന്ന് നല്ല എന്താ പറയണ്ടേ മോയ്സ്ചറൈസായിട്ട് കീപ്പ് ചെയ്യാനൊക്കെ ഈ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് വേണ്ടുന്നത് ആവശ്യമുള്ള നേരത്തെ നമ്മൾ അരച്ചെടുത്തു, ചന്ദനം അരച്ചെടുത്തതുണ്ട്, പെർഫ്യൂം ഉണ്ട്, അതുപോലെ ഗ്ലിസറിൻ ഉണ്ട്, സ്വല്പം കളറുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന മോൾഡാണ്. നമുക്കിത് എല്ലാം മെൽട്ടായതിന് ശേഷം ഒഴിച്ചു വെക്കാൻ ആവശ്യമുള്ള മോൾഡ് ഉണ്ട്. പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഉണ്ട്, വെള്ളമുണ്ട്. നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ആദ്യം നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കാം. നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് സോപ്പ് ബേസ് മെൽറ്റ് ആക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സോപ്പ് ബേസ് എടുത്തിട്ട് ഇതിനകത്ത് വെക്കാം. ഇനി മുന്നേ നമ്മുടെ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം നമ്മൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയുന്നതാണ്. വെള്ളം ഏകദേശം ചൂടായി. നമുക്ക് നമ്മളെ സോപ്പ് ബേസ് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു മറ്റൊരു സന്തോഷമുണ്ട്. കാരണം ഈ വീഡിയോസൊക്കെ കണ്ട് വീട്ടിലിരിക്കുന്ന ഒത്തിരി വീട്ടമ്മമാർ അവരും സോപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളെല്ലാം അവരിടയ്ക്ക് വിളിക്കാറുണ്ട്, പറയാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സാധാരണ വീട്ടമ്മയായ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവർ ചെയ്യുന്നുണ്ട്. ചിലർ സെയിൽ ചെയ്യുന്നുണ്ട്, ചിലവർ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ചിലവർ സ്കിൻ അലർജി ഉള്ളവരൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത മെത്തേഡിലൊക്കെ സോപ്പ് ഉണ്ടാക്കി അവർക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നു.
ഒത്തിരി സന്തോഷം. വിളിച്ചവർക്കും ഞാൻ എൻ്റെ വീഡിയോസ് പ്രചോദനമായി വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ വളരെ നന്ദി അറിയിക്കുന്നു. സോപ്പ് ബേസ് നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇത് ഗോഡ് മിൽക്കിൻ്റെ സോപ്പ് ബേസ് ആയതുകൊണ്ടാണ് ഈ പാല് പോലെയുള്ളത്. സാധാരണ നോർമൽ ഗ്ലിസറിൻ ബേസ് ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല പച്ചവെള്ളം പോലെ ഉണ്ടാവും മെൽട്ടായി കഴിഞ്ഞാൽ. ഇനി അടുത്ത ഘട്ടം എന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ച ചന്ദനം ഇതിലേക്ക് ചേർക്കണം. നന്നായിട്ട് വടിച്ച് നമുക്കിടാം. ഒരു തുള്ളി പോലും വേസ്റ്റായി പോണ്ട. ചന്ദനം ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഒരു 5 മില്ലി ഗ്ലിസറിനും കൂടി ചേർത്ത് കൊടുക്കാം. ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളുടെ ഒച്ചപ്പാടുണ്ടാകും കേട്ടോ വീഡിയോയിൽ. എന്നാ മോളെ എന്തിനാ അടി ഉണ്ടാക്കുന്നത്? നമുക്കിതാ ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തേ. ഈ സോപ്പ് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. സ്കിൻ അലർജി ഉള്ളവർക്കെല്ലാം ഉപയോഗിക്കാൻ നല്ലതാട്ടോ. നല്ലൊരു തണുപ്പായിരിക്കും. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം. അപ്പം നമ്മളെ സാൻഡിൽ നന്നായിട്ട് മിക്സ് ആക്കി. ഇതിപ്പോൾ നമുക്കൊരു ക്രീമി കളറിലാണുള്ളത്. ചന്ദനത്തിൻ്റെ അതേ കളറിലാണുള്ളത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഓപ്ഷനിലാണ്, ഞാൻ ഇതിലൊരല്പം കളർ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരല്പം കളറ് ചേർക്കാം. ഒരു ലൈറ്റായിട്ടൊരു കളർ നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം സാൻഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് മാത്രമല്ല, നമ്മൾ പുറത്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും മനസ്സിലൊരു ലൈറ്റ് ഒരു ക്രീം കളർ അല്ലെങ്കിൽ ഒരു ചന്ദന കളർ പോലത്തെ ഒരു ഓറഞ്ച് കളറൊക്കെ ആയിരിക്കും മനസ്സിലുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ആ കളറ് ചേർക്കുന്നതാണ്. നമ്മുടെ ഇതെല്ലാം ഈ സോപ്പ് ബേസ് നന്നായിട്ട് മെൽട്ടായി. ഇനി നമ്മൾ ചേർക്കാനുള്ളത് ഒരേ ഒരു സാധനമേ ഉള്ളൂ, പെർഫ്യൂമാണ്. ഇത് വാങ്ങി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് പെർഫ്യൂം ചേർക്കാം. അപ്പം ഞാൻ ഈ കളറ് ചേർത്ത് കണ്ടപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും എന്തിനാണ് കളറ് ചേർത്തതെന്നല്ലേ. കാരണം നമ്മുടെ സോപ്പ് അധികവും എക്സിബിഷനുകളിലായാലും ഉത്സവങ്ങളിലെ സ്റ്റാളുകളിലായാലും നമ്മൾ സെയിലിന് വെക്കാറുണ്ട്. അപ്പോൾ പല ആളുകളും സോപ്പ് മെയിനായിട്ട് വാങ്ങിക്കുക കളറ്, മണം, ഇതിന് മാത്രം മുൻതൂക്കം കൊടുക്കുന്നവരുണ്ട്. എന്നാൽ അതിൻ്റെ ഗുണത്തിന് മുൻതൂക്കം കൊടുക്കുന്നവരും ഉണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും നമ്മൾ സോപ്പിൻ്റെ ആ കളറ്, സ്മെല്ലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ വലിയ കാര്യമില്ലെന്ന് നമുക്ക് അറിയുമെങ്കിലും നമ്മൾ അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ അതിനു വേണ്ടി അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പം കളർ ചേർത്തത്. ഇനി എന്നോട് സോപ്പ് ഓർഡർ ചെയ്യുമ്പോൾ കളർ വേണ്ട എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം സോപ്പുകളും കളർ ഇല്ലാതെ തന്നെ ചെയ്യാറ്. അപ്പം ഈ കളർ വേണ്ടവർക്ക് കളർ ഇട്ടിട്ട് കൊടുക്കും, ഇല്ലാത്തവർക്ക് പ്ലെയിൻ ആയിട്ട് ഞാൻ സോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ ഇനി മണം ചേർക്കാൻ പോകുന്നതാണ്. അടുപ്പിൽ നിന്ന് നമുക്കിത് വാങ്ങാം. നല്ല ചൂടിൽ തന്നെ മണം ചേർക്കരുത്. കാരണം ഭൂരിഭാഗം സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ ഇവാപറേറ്റ് ചെയ്ത് പോവും, നീരാവിയായി പോവും. ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് ഒരു 10 ml സ്മെല്ലാണ്. സാൻഡലിൽ തന്നെ സ്മെല്ലാണ്. അപ്പോൾ ഇത് 5 ml ആണ്. അപ്പോൾ ഒരു വട്ടം കൂടി നമ്മൾ ഒഴിക്കണം. ചേർത്ത് കുറച്ചുകൂടെ നമുക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ചന്ദനത്തിൻ്റെ മണം ഇവിടെ ആകെ നിറയുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും സ്മെല്ല് എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് സോപ്പ് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് 100 ഗ്രാമിൻ്റെ മോൾഡാണ്.
സിലിക്കൺ മോൾഡ് ആയതുകൊണ്ട് നമുക്ക് ആ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. മോൾഡിനൊന്നും പറ്റില്ല. റീമോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമുള്ള മോൾഡ് വേണ്ടുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോൾഡ് വേണ്ടവർക്ക് മോൾഡ് അയച്ചു കൊടുക്കും. ഇതിൻ്റെ മേലെ ചെറിയൊരു പതയുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളിതാ ഈ റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് ആ പതയൊക്കെ ഒന്ന് കളയുന്നുണ്ട്. കാരണം നമ്മൾ സോപ്പ് കാണുമ്പോൾ ഒരു നീറ്റ് വേണമല്ലോ. അത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പതയൊക്കെ പോയി സോപ്പ് നമുക്ക് നീറ്റായിട്ട് കിട്ടും. ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുക്കും ഈ സോപ്പ് ഒന്ന് സെറ്റായി കിട്ടാൻ. അതിനുശേഷം നമുക്ക് ഈ സോപ്പ് മോൾഡിൻ്റെ അകത്തുനിന്ന് സോപ്പ് ഈസി ആയിട്ട് നമുക്ക് റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സോപ്പ് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി. നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. നമുക്കിത് മോൾഡിൻ്റെ അകത്തുനിന്ന് ഇളക്കാം. ഈ ചന്ദന സോപ്പിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ ഒട്ടേറെ ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്ന സോപ്പാണ് ചന്ദന സോപ്പ്. മെയിനായിട്ടെന്ന് പറയുമ്പം ചന്ദനം ശരീരത്തിന് നല്ല തണുപ്പ് തരുന്നതാണ്. പിന്നെ മുഖക്കുരുവിനെ തടയും. മുഖത്തെ പാടുകൾ കരിവാളിപ്പൊക്കെ കുറയ്ക്കും. കാരണം ചന്ദനത്തിന് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മുഖക്കുരു വരാനുള്ള സാധ്യത അതിനെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ പാടുകളും മായ്ക്കും. നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കും. പിന്നെയെന്ന് പറയുമ്പോൾ ചന്ദന സോപ്പിട്ടൊക്കെ കുളിക്കുമ്പം അതിൻ്റെ നല്ല സുഖകരമായ മണം അതടിക്കുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സുഖമാണ്. അങ്ങനെ ഒട്ടേറെ ഗുണങ്ങളുള്ള ഈ സാൻഡൽ സോപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ചന്ദനത്തിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാത്തവർ ചെറിയ നമുക്ക് അങ്ങാടി മരുന്ന് കടകളിൽ നിന്നൊക്കെ കിട്ടും. ചെറിയൊരു ചന്ദനത്തിൻ്റെ കഷ്ണമൊക്കെ വാങ്ങി നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. ഒറിജിനൽ സാൻഡൽ സോപ്പ് നമുക്കിപ്പം മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് എത്രത്തോളം സാൻഡൽ നമ്മൾ ചേരുന്നുണ്ട് നമുക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ അതിന് ഗുണം കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ 10 സാൻഡൽ സോപ്പുകൾ റെഡി ആയിട്ടുണ്ട്. മോൾഡിൻ്റെ നമ്മൾ ഇളക്കി കഴിഞ്ഞു. നമ്മുടെ ചന്ദന സോപ്പ് റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ഗുണവും ഉള്ള സോപ്പാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.